എക്സലിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന 51 ഫംഗ്ഷൻസ് അഥവാ 51 ഫോമുലകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. ഓരോ ഫംഗ്ഷനും 15 മുതൽ 60 സെക്കൻഡിനിടയിൽ ഒന്നോ രണ്ടോ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അതായത് ഈ 47 മിനിറ്റ് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ 51 ഫംഗ്ഷൻസും എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകും. അപ്പോൾ നമുക്ക് സം ഫംഗ്ഷനിൽ തുടങ്ങാം. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള അഥവാ ഡേറ്റ റേഞ്ചുകളിലുള്ള സംഖ്യകളുടെ സം അഥവാ ആകെത്തുക കണ്ടെത്താനാണ് എക്സലിലെ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആകെത്തുക, അതായത് സം, ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആകെത്തുക ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഈ ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന 3 ഡേറ്റ റേഞ്ചുകളിലുള്ള തുകകളുടെ സം ഈ ഒരു സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ഡേറ്റ റേഞ്ച്, കോമ മൂന്നാമത്തെ ഡേറ്റ റേഞ്ച്, എൻ്റർ. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള ഡേറ്റ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ അഥവാ യോജിപ്പിക്കാനാണ് എക്സലിലെ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന 2 വ്യത്യസ്ത സെല്ലുകളുള്ള ഡേറ്റയെ ഇടയ്ക്കൊരു സ്പേസ് കൊടുത്തുകൊണ്ട് യോജിപ്പിക്കാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ, ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, കോമ ഡബിൾ കോട്ട്സ് സ്പേസ് ഡബിൾ കോട്ട്സ്, കോമ രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന 2 സെല്ലുകളുള്ള ഡേറ്റയെ ഇടയ്ക്കൊരു ഹൈഫൺ കൊടുത്തുകൊണ്ട് യോജിപ്പിക്കാനായിട്ട് ഈക്വൽ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ, ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ ഡബിൾ കോട്ട്സ് ഹൈഫൻ ഡബിൾ കോട്ട്സ്, കോമ രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള അഥവാ ഡേറ്റ റേഞ്ചുകളിലുള്ള ന്യൂമറിക് വാല്യൂസിൻ്റെ എണ്ണം കണ്ടെത്താൻ, അതായത് സംഖ്യകളുടെ എണ്ണം കണ്ടെത്താനാണ് എക്സലിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ഡേറ്റ റേഞ്ചിൽ എത്ര സെല്ലുകളിൽ സംഖ്യകളുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ കൗണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ ഡേറ്റ റേഞ്ചിൽ 6 സെല്ലുകളിലാണ് സംഖ്യകളുള്ളത്. ഡേറ്റും ടൈമും എക്സൽ നമ്പറായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. സോ ഈ കാണുന്ന സെല്ലുകളിൽ എത്ര സെല്ലുകളിൽ നമ്പർ, ഡേറ്റ് അല്ലെങ്കിൽ ടൈം ഉണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ കൗണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ടാബ്, ഈ കാണുന്ന ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ ഡേറ്റ റേഞ്ചിൽ 11 സെല്ലുകളിലാണ് ഡേറ്റ്, ടൈം അല്ലെങ്കിൽ നമ്പർ ഉള്ളത്. 2 തീയതികൾക്കിടയിൽ എത്ര വർഷങ്ങളുടെ, മാസങ്ങളുടെ അല്ലെങ്കിൽ ദിവസങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനാണ് എക്സലിലെ ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ 2 തീയതികൾ തമ്മിലുള്ള ദിവസങ്ങളിലെ ഡിഫറൻസ് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ്, കോമ എൻഡ് ഡേറ്റ്, കോമ ഡബിൾ കോട്ട്സിനുള്ളിൽ ഡി, എൻ്റർ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇതേ തീയതികൾ തമ്മിലുള്ള മാസങ്ങളിലെ ഡിഫറൻസ് കിട്ടാനായിട്ട് ഈ ഫോർമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, കൺട്രോൾ സി, കൺട്രോൾ വി, ഫോർമുല ബാറിൽ എം, കൺട്രോൾ എൻ്റർ. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം കണ്ടെത്താനാണ് എക്സലിലെ കൗണ്ട് ഡിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ഡേറ്റ റേഞ്ചിൽ ആപ്പിൾ എന്ന വാക്കുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക,
കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ ആപ്പിൾ എന്ന വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഫോർമുല 4 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. കാരണം ഇവിടെ 4 സെല്ലുകളിൽ ആപ്പിൾ എന്ന വാക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഓറഞ്ച് എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഫോർമുല 2 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. കാരണം 2 സെല്ലുകളിൽ ഓറഞ്ച് എന്ന വാക്കുണ്ട്. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള അഥവാ ഡേറ്റ റേഞ്ചുകളിലുള്ള ഏറ്റവും വലിയ തീയതി അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താനാണ് എക്സലിലെ മാക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ 2 ഡേറ്റ റേഞ്ചുകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ മാക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ഡേറ്റ റേഞ്ച്, എൻ്റർ. 70 ഈ 2 ഡേറ്റ റേഞ്ചുകളിലെ ഏറ്റവും വലിയ സംഖ്യ. ഇനി 70നേക്കാൾ വലിയൊരു സംഖ്യ ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സംഖ്യയാവും ഫോർമുല റിട്ടേൺ ചെയ്യുക. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള അഥവാ ഡേറ്റ റേഞ്ചുകളിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ അഥവാ ഏറ്റവും ചെറിയ തീയതി കണ്ടെത്താനാണ് എക്സലിലെ മിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന 2 ഡേറ്റ റേഞ്ചുകളിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താനായിട്ട് ഈക്വൽ മിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ഡേറ്റ റേഞ്ച്, എൻ്റർ. 12 ഈ 2 ഡേറ്റ റേഞ്ചുകളിലെ ഏറ്റവും ചെറിയ സംഖ്യ. ഇനി 12നേക്കാൾ ചെറിയൊരു സംഖ്യ ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ ഉപയോഗിച്ചാൽ ആ സംഖ്യയാവും ഫോർമുല റിട്ടേൺ ചെയ്യുക. ഈ കാണുന്ന തീയതികളിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള തീയതി കണ്ടെത്താനായിട്ട് ഈക്വൽ മിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തീയതികൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ കാണുന്നതാണ് ഈ തീയതികളിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള തീയതി. വലിയ അക്ഷരങ്ങളെ ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാൻ, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ സ്മോൾ ലെറ്റേഴ്സ് ആക്കി മാറ്റാനാണ് എക്സലിലെ ലോവർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സെല്ലിലെ എല്ലാ അക്ഷരങ്ങളെയും ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ഈക്വൽ ലോവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഇവിടെയുള്ള എല്ലാ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളായിട്ട് മാറിയത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന വാചകങ്ങളിലെ എല്ലാ അക്ഷരങ്ങളെയും ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ഈക്വൽ ലോവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. സ്മോൾ ലെറ്റേഴ്സിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കി മാറ്റാൻ, അതായത് ചെറിയ അക്ഷരങ്ങളെ വലിയ അക്ഷരങ്ങളാക്കി മാറ്റാനാണ് എക്സലിലെ അപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സെല്ലിലെ എല്ലാ അക്ഷരങ്ങളെയും വലിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ഈക്വൽ അപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ഇവിടെയുള്ള എല്ലാ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളായിട്ട് മാറിയത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന വാചകങ്ങളിലെ എല്ലാ അക്ഷരങ്ങളെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കി മാറ്റാനായിട്ട് ഈക്വൽ അപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു വാചകത്തെ പ്രോപ്പർ കേസിലേക്ക് മാറ്റാൻ, അതായത് എല്ലാ വാക്കുകളിലെയും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങളും ആക്കി മാറ്റാനാണ് എക്സലിലെ പ്രോപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന വാക്കുകളിലെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങളും ആക്കി മാറ്റാനായിട്ട്, അതായത് ഈ പേരിനെ പ്രോപ്പർ കേസിലേക്ക് മാറ്റാനായിട്ട് ഈക്വൽ പ്രോപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരവുമായി മാറിയത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും. ഈ കാണുന്ന വാചകങ്ങളെ പ്രോപ്പർ കേസിലേക്ക് മാറ്റാനായിട്ട് ഈക്വൽ പ്രോപ്പർ ഫംഗ്ഷൻ, ഈ സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം.
കറൻറ്റ് ഡേറ്റ് കറൻറ്റ് ടൈമിനോടൊപ്പം, അതായത് ഇന്നത്തെ തീയതി ഇപ്പോഴത്തെ സമയത്തോടൊപ്പം ഒരു വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനാണ് എക്സലിലെ നൗ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സെല്ലിലേക്ക് കറൻറ്റ് ഡേറ്റ് ആൻഡ് കറൻറ്റ് ടൈം, അതായത് ഇന്നത്തെ തീയതിയും ഇപ്പോഴത്തെ സമയവും കിട്ടാനായിട്ട് ഈക്വൽ നൗ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇന്നത്തെ തീയതിയും ഇപ്പോഴത്തെ സമയവും ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഈ സെല്ലിലേക്ക് ഇപ്പോഴത്തെ സമയം കിട്ടാനുള്ള ഷോർട്ട് കട്ട് Ctrl+Shift:. ഈ സെല്ലിലുള്ളത് ഒരു സ്റ്റാറ്റിക് വാല്യൂവും ഈ സെല്ലിലുള്ളത് ഒരു ഡൈനാമിക് ഫോർമുലയുമാണ്. അതായത് മറ്റൊരു ദിവസം ഞാൻ ഈ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെല്ലിൽ അന്നത്തെ തീയതിയും അപ്പോഴത്തെ സമയമാവും ഉണ്ടാവുക. അതേസമയം ഈ സെല്ലിലെ വാല്യൂവിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. കറൻറ്റ് ഡേറ്റ് അഥവാ ഇന്നത്തെ തീയതി ഒരു വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനാണ് എക്സലിലെ ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സെല്ലിലേക്ക് കറൻറ്റ് ഡേറ്റ്, അതായത് ഇന്നത്തെ തീയതി കിട്ടാനായിട്ട് ഈക്വൽ ടുഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ സെല്ലിലേക്ക് ഇന്നത്തെ തീയതി നമുക്ക് കിട്ടി. ഇനി എക്സലിൽ കറൻറ്റ് ഡേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെമിക്കോളൻ. ഈ സെല്ലിലുള്ളത് ഒരു സ്റ്റാറ്റിക് വാല്യൂവും ഈ സെല്ലിലുള്ളത് ഒരു ഡൈനാമിക് ഫോർമുലയുമാണ്. അതായത് മറ്റൊരു ദിവസം ഞാൻ ഈ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അന്നേ ദിവസത്തെ തീയതിയാകും ഈ സെല്ലുണ്ടാവുക. അതേസമയം ഈ സെല്ലിലെ വാല്യൂവിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. 1നും 0നും ഇടയിൽ നിന്ന് ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനാണ് എക്സലിലെ റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 0നും 1നും ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ റാൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 0നും 1നും ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ നമുക്കിവിടെ കിട്ടി. ഇനി F9 എന്ന കീ പ്രസ് ചെയ്താൽ ഫോർമുല വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. വീണ്ടും F9. ഇനി റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് വാല്യൂസിനിടയിലുള്ള ഒരു റാൻഡം വാല്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ റാൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 400 മൈനസ് 350 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് 350 എൻ്റർ. നോക്കുക, ഈ രണ്ട് വാല്യൂസിനിടയിലുള്ള റാൻഡം വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി F9 എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഫോർമുല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾക്ക് നേരെയുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ സം കണ്ടെത്താനാണ് എക്സലിലെ സമ്മി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന പോയിൻറ്റ്സ് ടേബിളിൽ നിന്നും ഇംഗ്ലണ്ട് എന്ന രാജ്യം നേടിയ ടോട്ടൽ പോയിൻറ്റ്സ് കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ സമ്മി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, രാജ്യങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ, ഇംഗ്ലണ്ടാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് സം റേഞ്ച്, പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, എൻ്റർ. ഇംഗ്ലണ്ട് എന്ന രാജ്യം നേടിയ ടോട്ടൽ പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്. സംഖ്യകളെ അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോമൻ ന്യൂമറൽസ് ആക്കി മാറ്റാനാണ് എക്സലിലെ റോമൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന 1 സംഖ്യയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള റോമൻ ന്യൂമറൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ റോമൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. 1 സംഖ്യയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോമൻ ന്യൂമറൽ ഇവിടെ കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ കാണുന്ന ഓരോ സംഖ്യകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോമൻ ന്യൂമറൽസ് ഇവിടെ കിട്ടും. സംഖ്യകളുടെ ഒരു ലിസ്റ്റിൽ നിന്നും നമ്മൾ പറയുന്ന സംഖ്യയുടെ റാങ്ക് കണ്ടെത്താനാണ് എക്സലിലെ റാങ്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ഈ പോയിൻറ്റ്സ് ടേബിൾ നോക്കുക. ജർമ്മനി എന്ന രാജ്യം 43 പോയിൻറ്റ്സാണ് നേടിയിട്ടുള്ളത്. ഇനി ഈ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനി എന്ന രാജ്യത്തിൻ്റെ ഈ ടേബിളിലെ റാങ്ക് കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ റാങ്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ, ജർമ്മനി നേടിയ പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റെഫറൻസ്, പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക,
FO എൻ്റർ. 5 ജർമ്മനി എന്ന രാജ്യത്തിൻ്റെ റാങ്ക്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. 121 പോയിൻറ്റ്സ് നേടിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഒന്നാമത്തെ പൊസിഷനിൽ. 2 അതിലധികമോ സെല്ലുകളിൽ അഥവാ ഡേറ്റ റേഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തു വരുന്ന സംഖ്യ കണ്ടെത്താനാണ് എക്സലിലെ മോഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന 6 സെല്ലുകളിൽ ഏറ്റവും കൂടുതൽ സെല്ലുകളുള്ള സംഖ്യ ഏതെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ മോഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ 6 സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. 7 ഈ കാണുന്ന സെല്ലുകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന 3 ഡേറ്റ റേഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തു വരുന്ന സംഖ്യ ഏതെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ മോഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ഡേറ്റ റേഞ്ച്, രണ്ടാമത്തെ ഡേറ്റ റേഞ്ച്, മൂന്നാമത്തെ ഡേറ്റ റേഞ്ച്, എൻ്റർ. 51 ഈ 3 ഡേറ്റ റേഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തു വരുന്ന സംഖ്യ. 1 ഒന്നിലധികമോ ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്ന അത്ര തവണ റിപ്പീറ്റ് ചെയ്യാനാണ് എക്സലിലെ REPT അഥവാ റിപ്പീറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള A എന്ന ക്യാരക്ടർ 3 തവണ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ റിപ്പീറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ടെക്സ്റ്റ്, ഏത് ക്യാരക്ടറാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ ക്യാരക്ടറുള്ള സെല്ല് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് നമ്പർ ഓഫ് ടൈംസ്, ഈ ക്യാരക്ടർ എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, A എന്ന ക്യാരക്ടർ 3 തവണ റിപ്പീറ്റ് ചെയ്തത് കാണാം. ഇനി ഈ സെല്ലിൽ 5 എന്ന വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ A എന്ന ക്യാരക്ടർ 5 തവണ റിപ്പീറ്റ് ചെയ്തു. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഇവിടെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തൊട്ടടുത്ത സെല്ലുകളിൽ പറഞ്ഞിരിക്കുന്ന അത്രയും തവണ റിപ്പീറ്റ് ചെയ്തത് കാണാം. ഒരു വാചകത്തിൻ്റെ ഇടത്തെ അറ്റത്തു നിന്നും നമ്മൾ പറയുന്ന എണ്ണം ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാനാണ് എക്സലിലെ ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ടെക്സ്റ്റിൻ്റെ ഇടത്തെ അറ്റത്തു നിന്നും 2 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ലെഫ്റ്റ് ഫംഗ്ഷൻ ഓപ്പൺ പാരാൻസിസ്, ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, എത്ര ക്യാരക്ടേഴ്സാണോ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് ആ സംഖ്യയുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് 2 ക്യാരക്ടേഴ്സാണോ വേണ്ടത്, 2, എൻ്റർ. നോക്കുക, ഈ ടെക്സ്റ്റിൻ്റെ ഇടതുവശത്തു നിന്നും 2 ക്യാരക്ടേഴ്സ് ഫോർമുല എക്സ്ട്രാക്റ്റ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ 5 എന്ന സംഖ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 ക്യാരക്ടേഴ്സ് ആവും ഫോർമുല എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു വാചകത്തിൻ്റെ വലത്തെ അറ്റത്തു നിന്നും നമ്മൾ പറയുന്ന എണ്ണം ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാനാണ് എക്സലിലെ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ടെക്സ്റ്റിൻ്റെ വലത്തെ അറ്റത്തു നിന്നും 3 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ റൈറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, എത്ര ക്യാരക്ടേഴ്സാണോ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് ആ വാല്യൂയുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 3, എൻ്റർ. നോക്കുക, ഫോർമുല ഈ കാണുന്ന ടെക്സ്റ്റിൻ്റെ വലത്തെ അറ്റത്തു നിന്നും 3 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്തു. ഇനി ഇവിടെ 5 എന്ന വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെടും. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ നിന്നും നമ്മൾ പറയുന്ന വാല്യൂ കണ്ടെത്തിയ ശേഷം ആ ടേബിളിലെ മറ്റ് കോളങ്ങളിൽ നിന്ന് ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടെത്താനാണ് എക്സലിലെ VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരു ടേബിളിലെ ഒന്നാമത്തെ കോളത്തിൽ നിന്നും നമ്മൾ പറയുന്ന വാല്യൂ കണ്ടെത്തിയ ശേഷം ആ ടേബിളിലെ മറ്റ് കോളങ്ങളിൽ നിന്നും ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യാനാണ് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഈ ടേബിളിൽ നിന്നും പീറ്റർ എന്ന വ്യക്തിയുടെ സാലറി കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ, പീറ്റർ ആണ് ലുക്കപ്പ് വാല്യൂ, ടേബിൾ അറേ, ടേബിൾ സെലക്ട് ചെയ്യുക, കോളം ഇൻഡെക്സ് നമ്പർ, സാലറി ഉള്ളത് ഈ ടേബിളിലെ 4ാമത്തെ കോളത്തിലാണ്, 4, എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ പീറ്റർ എന്ന വ്യക്തിയുടെ സാലറി നമുക്കിവിടെ കിട്ടി. ഇനി ഞാനിവിടെ നാദിയ എന്ന പേരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാദിയയുടെ സാലറി നമുക്കിവിടെ കിട്ടും.
ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വാചകത്തിൻ്റെ നീളം കണ്ടെത്താൻ, അതായത് ആ വാക്കിൽ അല്ലെങ്കിൽ ആ വാചകത്തിൽ എത്ര ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനാണ് എക്സലിലെ ലെൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സെല്ലിലെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ LEN ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏത് സെല്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാരക്ടറുകളുടെ എണ്ണമാണോ കണ്ടെത്തേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ സെല്ലിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം ഇവിടെ കിട്ടി. ഇനി ഈ സെല്ലിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അതിനനുസരിച്ച് ഫോർമുല അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു വാചകത്തിലെ എക്സ്ട്രാ സ്പേസസ്, അതായത് വൈറ്റ് സ്പേസസ് റിമൂവ് ചെയ്യാനാണ് എക്സലിലെ ട്രിം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ടെക്സ്റ്റിലെ എക്സ്ട്രാ സ്പേസസ് റിമൂവ് ചെയ്യാനായിട്ട് മറ്റൊരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ട്രിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, ഇവിടെയുള്ള എക്സ്ട്രാ സ്പേസസ് റിമൂവ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. കുറച്ച് വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ നിന്നും ആ ലിസ്റ്റിൻ്റെ യുണീക്ക് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനാണ് എക്സലിലെ യുണീക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ യുണീക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഈ ലിസ്റ്റിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിയ ശേഷമുള്ള ലിസ്റ്റ് ഇവിടെ കിട്ടി. ഇനി ഈ സെല്ലുകളിൽ ഒരൊറ്റ തവണ മാത്രം വരുന്ന വാല്യൂസ് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ യുണീക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ, ഒരു തവണ കൂടി ട്രൂ, എൻ്റർ. ഈ ലിസ്റ്റിൽ ഒരൊറ്റ തവണ മാത്രം വന്നിരിക്കുന്ന വാല്യൂസ് നമുക്കിവിടെ കിട്ടി. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത ശേഷം ആ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന രണ്ട് വാല്യൂസിൽ ഒന്ന് റിട്ടേൺ ചെയ്യാനാണ് എക്സലിലെ ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സ്കോറുകളിൽ 70 മുകളിലുള്ളവയ്ക്ക് നേരെ പാസ് എന്നും 70 താഴെയുള്ളവയ്ക്ക് നേരെ ഫെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ സ്കോർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ. പാസ്സാവാൻ വേണ്ടുന്ന സ്കോർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, കോമ, ഡബിൾ കോട്ട്സ്, പാസ്, ഡബിൾ കോട്ട്സ്, കോമ, ഡബിൾ കോട്ട്സ്, ഫെയിൽ, ഡബിൾ കോട്ട്സ്, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ സ്കോർ 70 മുകളിലായതുകൊണ്ട് ഈ സ്കോറിന് നേരെ പാസ് എന്ന വാല്യൂ വന്നു. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇവിടെ ഫെയിൽ എന്നാണ് വന്നത്, വീണ്ടും താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഈ സെല്ലിൽ ഞാൻ 60 എന്ന വാല്യൂ ഉപയോഗിച്ചാൽ 60 മുകളിലുള്ള എല്ലാ സ്കോറുകൾക്കും നേരെ പാസ് എന്ന വാല്യൂ വന്നത് കാണാം. സംഖ്യകളിലെ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം എന്നത് തീരുമാനിക്കാനാണ് എക്സലിലെ ട്രങ്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സംഖ്യകളിൽ നിന്ന് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങൾ റിമൂവ് ചെയ്യണമെങ്കിൽ ഫോർമുല ബാറിൽ ഈക്വൽ ട്രങ്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങൾ വേണം എന്നത് ഡിഫൈൻ ചെയ്യാനാണ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. നമുക്കിവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം അക്കങ്ങളൊന്നും വേണ്ട, 0, എൻ്റർ. നമുക്ക് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങൾ റിമൂവ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഡെസിമൽ പോയിന്റിന് ശേഷം 2 അല്ലെങ്കിൽ 3 അക്കങ്ങൾ നിലനിർത്തണമെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് 3, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വാചകത്തിൻ്റെ നമ്മൾ പറയുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ പറയുന്ന എണ്ണം ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യാനാണ് എക്സലിലെ മിഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ആൽഫ ന്യൂമറിക് കോഡിലെ 6ാമത്തെ പൊസിഷനിൽ നിന്നും തൊട്ടടുത്ത 5 ക്യാരക്ടേഴ്സ് ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ മിഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, 6ാമത്തെ പൊസിഷനിൽ നിന്നാണ് നമുക്ക് ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. 6, കോമ, 5 ക്യാരക്ടേഴ്സാണ് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. 5, എൻ്റർ. നോക്കുക, 6ാമത്തെ പൊസിഷനിൽ നിന്നും 5 ക്യാരക്ടേഴ്സ് ഇങ്ങോട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു.
11ാമത്തെ പൊസിഷനിൽ നിന്ന് 2 ക്യാരക്ടേഴ്സാണ് വേണ്ടതെങ്കിൽ 11, 2, എൻ്റർ. സംഖ്യകളുടെ നോൺ നെഗറ്റീവ് വാല്യൂ കണ്ടെത്താനാണ് എക്സലിലെ ABS ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സംഖ്യകളുടെ നോൺ നെഗറ്റീവ് വാല്യൂ കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ABS ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. 2 തീയതികൾക്കിടയിലുള്ള വർക്കിംഗ് ഡേയ്സിൻ്റെ എണ്ണം, അതായത് പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കണ്ടെത്താനാണ് എക്സലിലെ നെറ്റ്വർക്ക് ഡേയ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ 2 തീയതികൾക്കിടയിൽ എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട്, അതായത് എത്ര പ്രവൃത്തി ദിനങ്ങളുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ നെറ്റ്വർക്ക് ഡേയ്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, എൻ്റർ. ഈ 2 തീയതികൾക്കിടയിൽ 22 പ്രവൃത്തി ദിനങ്ങളുണ്ട്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു റോമൻ ന്യൂമറലിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറബിക് നമ്പറാക്കി മാറ്റാനാണ് എക്സലിലെ അറബിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന റോമൻ ന്യൂമറലിനെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറബിക് നമ്പറാക്കി മാറ്റാനായിട്ട്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പറാക്കി മാറ്റാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ അറബിക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റോമൻ നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ റോമൻ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറബിക് നമ്പർ ഇവിടെ കിട്ടി. ഇനി ഇവിടെ മറ്റൊരു റോമൻ നമ്പർ ഞാൻ ഉപയോഗിക്കുന്നു, അതിനനുസരിച്ച് ഫോർമുല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള സംഖ്യകളുടെ ആവറേജ് കണ്ടെത്താനാണ് എക്സലിലെ ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന 3 സംഖ്യകളുടെ ആവറേജ് ഈ സെല്ലിൽ കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഫോർമുല ബാറിൽ ഈക്വൽ ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ 3 സംഖ്യകളുടെ ആവറേജ് ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഇതിലേതെങ്കിലും ഒരു വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്താൽ അതിനനുസരിച്ച് ഫോർമുല അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന 3 ഡേറ്റ റേഞ്ചുകളിലെ വാല്യൂസിൻ്റെ ആവറേജ് ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈക്വൽ ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ഡേറ്റ റേഞ്ച്, മൂന്നാമത്തെ ഡേറ്റ റേഞ്ച്, എൻ്റർ. ഒരു സെല്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല മറ്റൊരു സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് എക്സലിലെ ഫോർമുല ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സെല്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഫോർമുല ബാറിൽ ഈക്വൽ ഫോർമുല ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫോർമുല കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ സെല്ലിലെ ഫോർമുല തൊട്ടടുത്ത സെല്ലിലേക്ക് നമുക്ക് കിട്ടി. സംഖ്യകളുടെ ഒരു ലിസ്റ്റിൽ നിന്നും ഇത്രാമത്തെ വലിയ വാല്യൂ, അതായത് nth ലാർജസ്റ്റ് വാല്യൂ കണ്ടെത്താനാണ് എക്സലിലെ ലാർജ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംഖ്യ അഥവാ മൂന്നാമത്തെ വലിയ സംഖ്യ കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ലാർജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, മൂന്നെന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. 67 ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംഖ്യ. ഞാനിവിടെ 2 എന്ന വാല്യൂ ഉപയോഗിച്ചാൽ ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഖ്യ നമുക്കിവിടെ കിട്ടി. സംഖ്യകളുടെ ഒരു ലിസ്റ്റിൽ നിന്നും ഇത്രാമത്തെ ചെറിയ സംഖ്യ, അതായത് nth സ്മോളസ്റ്റ് വാല്യൂ കണ്ടെത്താനാണ് എക്സലിലെ സ്മോൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന സംഖ്യകളിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സംഖ്യ അഥവാ മൂന്നാമത്തെ ചെറിയ സംഖ്യ കണ്ടെത്താനായിട്ട്
ഫോർമുല ബാറിൽ ഈക്വൽ സ്മോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ 3 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. 9.91 ആണ് ഈ സംഖ്യകളിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സംഖ്യ. ഞാനിവിടെ 2 എന്ന വാല്യൂ ഉപയോഗിക്കുമ്പോൾ ഈ സംഖ്യകളിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംഖ്യ നമുക്കിവിടെ കിട്ടി. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന 2 സംഖ്യകൾക്കിടയിൽ നിന്നും ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനാണ് എക്സലിലെ റാൻ ബിറ്റ്വീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 1നും 10നും ഇടയിൽ നിന്ന് ഒരു റാൻഡം നമ്പർ ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ റാൻ ബിറ്റ്വീൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബോട്ടം 1, ടോപ്പ് 10, എൻ്റർ. 1നും 10നും ഇടയിൽ നിന്ന് ഒരു റാൻഡം നമ്പർ ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി എപ്പോഴൊക്കെ F9 എന്ന ഫംഗ്ഷൻ കീ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പോഴെല്ലാം ഈ ഫോർമുല അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ കാണുന്ന സംഖ്യകൾക്കിടയിൽ നിന്നും റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ റാൻ ബിറ്റ്വീൻ ബോട്ടം ടോപ്പ് എൻ്റർ. ഒരു തീയതിയിൽ നിന്നും ഇത്ര മാസം കഴിഞ്ഞു വരുന്ന തീയതി, അതായത് n നമ്പർ ഓഫ് മന്ത്സ് കഴിഞ്ഞു വരുന്ന തീയതി കണ്ടെത്താനാണ് എക്സലിലെ ഈ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 31/3/2021 എന്ന തീയതിയിൽ നിന്ന് കൃത്യം ഒരു മാസം കഴിഞ്ഞു വരുന്ന തീയതി കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ഈ ഡേറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്, തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് മന്ത്സ്, മാസങ്ങളുടെ എണ്ണം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. മാർച്ച് 31, 2021 എന്ന തീയതിയിൽ നിന്ന് കൃത്യം ഒരു മാസം കഴിഞ്ഞു വരുന്ന തീയതിയാണിത്. നോക്കുക, ഇതേ തീയതിയിൽ നിന്ന് കൃത്യം ഒരു മാസം മുമ്പുള്ള തീയതിയാണ് കാണുന്നത്, 28/2/2021. കാരണം 2021 ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളാണുള്ളത്. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. 10/7/2021 നിന്ന് 5 മാസം കഴിഞ്ഞുള്ള തീയതിയാണത്. ഒരു തീയതിയിൽ നിന്നും ഇത്ര മാസം കഴിഞ്ഞു വരുന്ന മാസത്തിലെ അവസാനത്തെ തീയതി കണ്ടെത്താനാണ് എക്സലിലെ ഇഒ മന്ത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, അഥവാ എൻഡ് ഓഫ് മന്ത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 17/3/2021 ഈ തീയതിയിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞു വരുന്ന മാസത്തിലെ, അതായത് ഈ തീയതിക്ക് തൊട്ടടുത്ത മാസത്തിലെ അവസാനത്തെ ദിവസം കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ഇഒ മന്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്, തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് മന്ത്സ്, മാസങ്ങളുടെ എണ്ണം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ തീയതിക്ക് തൊട്ടടുത്ത മാസത്തിലെ അവസാനത്തെ ദിവസമാണിത്. ഇനി ഈ തീയതി വരുന്ന മാസത്തിലെ അവസാനത്തെ ദിവസം കിട്ടാനായിട്ട് 1ന് പകരം 0 എന്ന വാല്യൂ ഉപയോഗിക്കുക. വീണ്ടും 25. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം, അതായത് റിമൈൻഡർ എത്രയെന്ന് കണ്ടെത്താനാണ് എക്സലിലെ മോഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 10 എന്ന സംഖ്യയെ 3 എന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയെന്ന് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ മോഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ, 10 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഡിവൈസ്, 3 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ. 10നെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 2 റിമൈൻഡർ. 95, 8.
ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരണഫലം അതായത് കോഷ്യൻ്റ് എത്രയെന്ന് കണ്ടെത്താനാണ് എക്സലിലെ കോഷ്യൻ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 10 എന്ന സംഖ്യയെ 3 എന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് എത്രയെന്ന് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ കോഷ്യൻ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ന്യൂമറേറ്റർ 10 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഡിനോമിനേറ്റർ 3 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കോഷ്യൻ്റ്. 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 2 കോഷ്യൻ്റ്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. 95, 17. ഒരു വാക്കിലെ അല്ലെങ്കിൽ ഒരു വാചകത്തിലെ ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടേഴ്സിനെ മറ്റൊരു ക്യാരക്ടർ കൊണ്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് എക്സലിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നവയിൽ വേർഡ് എന്ന വാക്കിനെ തൊട്ടടുത്ത സെല്ലുകളുള്ള എക്സൽ, ആക്സസ്, പവർ പോയിൻ്റ് എന്നീ വാക്കുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ ഓൾഡ് ടെക്സ്റ്റ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ഇവിടെ നമുക്ക് വേർഡ് എന്ന വാക്കിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഡബിൾ കോട്ട്സിനുള്ളിൽ വേർഡ് എന്ന വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോമ ന്യൂ ടെക്സ്റ്റ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വേർഡ് എന്ന വാക്കിനെ ഏത് വാക്ക് കൊണ്ടാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക മൈക്രോസോഫ്റ്റ് വേർഡ് മൈക്രോസോഫ്റ്റ് എക്സലായിട്ട് മാറിയത് കാണാം. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ D. ഒരു വാക്കിലെ അല്ലെങ്കിൽ ഒരു വാചകത്തിലെ ഇത്രാമത്തെ പൊസിഷനിൽ നിന്ന് നമ്മൾ പറയുന്ന എണ്ണം ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യാനാണ് എക്സലിലെ റീപ്ലേസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ആൽഫ ന്യൂമറിക് കോഡിനിടയിലെ 2020 എന്ന സംഖ്യയെ 1995 എന്ന സംഖ്യ കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ റീപ്ലേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഓൾ ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് നമ്പർ 2020 എന്ന സംഖ്യ ഈ ടെക്സ്റ്റിലെ 5ാമത്തെ പൊസിഷനിൽ നിന്നാണ് തുടങ്ങുന്നത്, 5, കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 2020 എന്ന സംഖ്യയ്ക്ക് 4 ക്യാരക്ടേഴ്സാണുള്ളത്, 4, കോമ നാലാമത്തെ ആർഗ്യുമെൻറ്റ് ന്യൂ ടെക്സ്റ്റ് 2020 എന്ന സംഖ്യയെ ഏത് ക്യാരക്ടർ കൊണ്ട് അല്ലെങ്കിൽ ഏത് വാക്കുകൊണ്ടാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ വാക്കുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക ഈ ആൽഫ ന്യൂമറിക് കോഡിലെ 2020 എന്ന സംഖ്യ 1995 എന്ന സംഖ്യ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇൻറ്റിജർ അല്ലാത്തൊരു സംഖ്യയെ അതായത് പൂർണ്ണസംഖ്യ അല്ലാത്തൊരു സംഖ്യയെ അതിന് തൊട്ട് താഴെയുള്ള ഇൻറ്റിജറായിട്ട് റൗണ്ട് ചെയ്യാനാണ് എക്സലിലെ ഇൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 60.58 എന്ന ഈ ഡെസിമൽ നമ്പറിനെ തൊട്ട് താഴെയുള്ള ഇൻറ്റിജറാക്കി മാറ്റാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ INT ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക 60.58 60 മാറി. മറ്റൊരു സംഖ്യ ഉപയോഗിക്കുന്നു 123.456. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ശ്രദ്ധിക്കുക 7.25നെ 7 ആയിട്ടും -7.25നെ -8 ആയിട്ടുമാണ് ഇൻറ്റ് ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യുന്നത്. ഫോർമുലകൾ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള എററുകൾ ഒഴിവാക്കി അതിനു പകരം നമ്മൾ പറയുന്ന ഒരു വാല്യൂ അതായത് ഒരു കസ്റ്റം വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് എക്സലിലെ ഇഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സലിൽ ഈ കാണുന്നത് പോലെയുള്ള ഫോർമുല എററുകൾക്ക് പകരം നമ്മൾ പറയുന്ന ഒരു വാല്യൂ അതായത് ഒരു കസ്റ്റം വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് ഇഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കാണുന്ന എററുകൾക്ക് പകരം നമ്മൾ പറയുന്നൊരു വാല്യൂ ഈ സെല്ലുകളിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫോർമുലയുള്ള ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ സൈന് ശേഷം ക്ലിക്ക് ചെയ്യുക, ഇഫ് എറർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫോർമുലയ്ക്ക് ശേഷം ക്ലിക്ക് ചെയ്യുക, കോമ ഇഫ് എറർ ഫംഗ്ഷനുള്ളിലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് എറർ. ഇനി ഈ എററുകൾക്ക് പകരം ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന വാല്യൂ ഇവിടെ ഡബിൾ കോട്ട്സിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡബിൾ കോട്ട്സ്
റോങ് എൻട്രി ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക. നോക്കുക, എററുകൾക്ക് പകരം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത വാല്യൂ ആണ് ഈ സെല്ലുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇരട്ട സംഖ്യ അല്ലാത്തൊരു സംഖ്യയെ, അതായത് ഈവൻ നമ്പർ അല്ലാത്തൊരു സംഖ്യയെ തൊട്ടടുത്ത ഈവൻ നമ്പറാക്കി മാറ്റാനാണ് എക്സലിലെ ഈവൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 13 എന്ന സംഖ്യയുടെ തൊട്ടടുത്ത ഇരട്ട സംഖ്യ കണ്ടെത്താനായിട്ട് ഈക്വൽ ഈവൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. 13 എന്ന സംഖ്യയുടെ തൊട്ടടുത്ത ഇരട്ട സംഖ്യ നമുക്കിവിടെ കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ ടി. ശ്രദ്ധിക്കുക, 0.5നെ 2 -0.5നെ -2 ആയിട്ടുമാണ് ഈവൻ ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യുന്നത്. ഓഡ് നമ്പർ അല്ലാത്ത, അതായത് ഒറ്റസംഖ്യ അല്ലാത്ത ഏതൊരു സംഖ്യയുടെയും തൊട്ടടുത്ത ഓഡ് നമ്പർ കണ്ടെത്താനായിട്ടാണ് എക്സലിലെ ഓഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 6 എന്ന സംഖ്യയ്ക്ക് തൊട്ടടുത്ത ഓഡ് നമ്പർ കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ODD ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, 6 എന്ന സംഖ്യയ്ക്ക് തൊട്ടടുത്ത ഓഡ് നമ്പർ നമുക്കിവിടെ കിട്ടി. ഞാനിവിടെ മറ്റൊരു സംഖ്യ ഉപയോഗിക്കുന്നു. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ശ്രദ്ധിക്കുക, 0.5നെ 1 ആയിട്ടും -0.5നെ -1 ആയിട്ടുമാണ് ഓഡ് ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യുന്നത്. സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ടാണ് എക്സലിലെ SQRT ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 81 എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ SQRT ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, 81 എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് നമുക്കിവിടെ കിട്ടി. ഇനി ഞാനിവിടെ മറ്റൊരു വാല്യൂ ഉപയോഗിക്കുന്നു, 196. അതിനനുസരിച്ച് ഫോർമുല അപ്ഡേറ്റ് ചെയ്ത് കാണാം. ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. സംഖ്യകളെ അവയുടെ nth പവറിലേക്ക് റേസ് ചെയ്യാനാണ് എക്സലിലെ പവർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 2 എന്ന സംഖ്യയെ അതിൻ്റെ സെക്കൻഡ് പവറിലേക്ക് റേസ് ചെയ്യാനായിട്ട്, അതായത് 2⁻² എത്രയെന്ന് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ പവർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പവർ ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് നമ്പർ, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് പവർ. ഈ സംഖ്യയെ ഏത് പവറിലേക്കാണോ റേസ് ചെയ്യേണ്ടത് ആ പവർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, 2⁻²ന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി പവറിൻ്റെ സ്ഥാനത്ത് 3 എന്ന വാല്യൂ ഉപയോഗിക്കുന്നു. അതിനനുസരിച്ച് ഫോർമുല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു ഡേറ്റ് അഥവാ ഒരു തീയതി വർഷത്തിലെ എത്രാമത്തെ ആഴ്ചയാണ് വരുന്നത് എന്നത് കണ്ടെത്താനാണ് എക്സലിലെ വീക്ക് നം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 10/1/2021 എന്ന തീയതി 2021 എന്ന വർഷത്തിലെ എത്രാമത്തെ ആഴ്ചയിലാണ് വരുന്നത് എന്നത് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ വീക്ക് NUM ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. 10/1/2021 എന്ന തീയതി 2021 എന്ന വർഷത്തിലെ 3ാമത്തെ ആഴ്ചയിലാണ് വരുന്നത്. ഇനി ഈ തീയതി ഞാൻ ചേഞ്ച് ചെയ്യുന്നു, 23/7, എൻ്റർ. നോക്കുക, ഈ കാണുന്ന തീയതി 2021 എന്ന വർഷത്തിലെ 30ാമത്തെ ആഴ്ചയിലാണ് വരുന്നത്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഒരു തീയതി കിട്ടിക്കഴിഞ്ഞാൽ ആ തീയതി ആഴ്ചയിലെ ഏത് ദിവസമാണ് വരുന്നത് എന്നത് കണ്ടെത്താനാണ് എക്സലിലെ വീക്ക് ഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് ആ തീയതി തിങ്കളാഴ്ചയാണോ ബുധനാഴ്ചയാണോ അല്ലെങ്കിൽ ശനിയാഴ്ചയാണോ വരുന്നത് എന്നത് കണ്ടെത്താനാണ് എക്സലിലെ വീക്ക് ഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 31/7/2021 എന്ന തീയതി ആഴ്ചയിൽ ഏത് ദിവസമാണ് വരുന്നത് എന്നത് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ വീക്ക് ഡേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഫോർമുല 7 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ശനിയാഴ്ചയാണ് ആഴ്ചയിലെ 7ാമത്തെ ദിവസം.
ഇനി ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെയുള്ള ഓരോ തീയതിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡുകൾ ഇവിടെ വന്നാൽ കാണാം. ഇനി ഈ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തീയതികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിവസങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആഴ്ചയിലെ ദിവസങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. FO, വീക്ക് ഡേ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ. ഇനി ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഈ തീയതി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എൻ്റർ. നോക്കുക, അതിനനുസരിച്ച് ഫോർമുല അപ്ഡേറ്റ് ചെയ്തു. രണ്ട് തീയതികൾക്കിടയിൽ എത്ര വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനാണ് എക്സലിലെ ഇയർ ഫ്രാക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 1/1/2020, 1/7/2021 ഈ രണ്ട് തീയതികൾ തമ്മിൽ എത്ര വർഷത്തെ ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ഇയർ ഫ്രാക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്റ്റാർട്ട് ഡേറ്റ്, ആദ്യത്തെ തീയതി സെലക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എൻഡ് ഡേറ്റ്, രണ്ടാമത്തെ തീയതി സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഈ രണ്ട് തീയതികൾ തമ്മിൽ 1.5 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ കാണുന്ന തീയതികൾ തമ്മിൽ എത്ര വർഷത്തെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കിട്ടി. രണ്ടോ അതിലധികമോ സെല്ലുകളിലുള്ള ഡേറ്റയെ ഇടയിലൊരു സെപ്പറേറ്ററോട് കൂടി, അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു സെപ്പറേറ്ററോട് കൂടി യോജിപ്പിക്കാനാണ് എക്സലിലെ ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന 3 സെല്ലുകളിലുള്ള വാക്കുകൾക്കിടയിൽ ഒരു കോമ കൊടുത്തുകൊണ്ട് അവയെ യോജിപ്പിക്കാനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ടെക്സ്റ്റ് ജോയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ഡീലിമിറ്റ്. ഇവിടെ വാക്കുകൾക്കിടയിൽ കോമയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ്, വീണ്ടും ഒരു കോമ. ഈ സെല്ലുകൾക്കിടയിൽ ബ്ലാങ്ക് സെല്ലുകൾ ഉണ്ടെങ്കിൽ അവയെ ഇഗ്നോർ ചെയ്യാനായിട്ട് ട്രൂ, വീണ്ടും കോമ. ഇനി വാക്കുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. എൻ്റർ. നോക്കുക, ഈ 3 സെല്ലുകളുള്ള വാക്കുകൾ ഇടയിലൊരു കോമയോട് കൂടി യോജിപ്പിക്കപ്പെട്ടു. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഈ വാക്കുകൾക്കിടയിൽ കോളനാണ് വേണ്ടതെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമയ്ക്ക് പകരം കോളൻ, കൺട്രോൾ എൻ്റർ. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട 51 ഫംഗ്ഷൻസും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്ന വീഡിയോസ് ഈ ചാനൽ അവൈലബിൾ ആണ്. സോ കൂടുതൽ അറിയേണ്ടവർ ആ വീഡിയോസ് റെഫർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഉപയോഗിക്കുക. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.